ഇതേപോലെയൊക്കെ മുടി ചുരുട്ടാൻ എന്തായിരിക്കും ചെയ്യണ്ടേ? ഇത് എന്തോരം മുടിയാമ്മ ഈ പെണ്ണിന്? എന്തോരം മുടിയുണ്ടായിരുന്ന ഒരു പെണ്ണായത്. ഈ കണ്ണി കണ്ട ഷാമ്പുവും കീമ്പും ഒക്കെ തേച്ച് ഒക്കെ നശിപ്പിച്ചു. പിന്നെ ഷാമ്പു വെക്കാതെ തല എങ്ങനെ കഴുകും? ഇനി നല്ല ചെമ്പരത്തിപ്പൂ എണ്ണ കാച്ചി തേക്കണം, അറിയാമോ? നല്ല മുടിയും കൊഴുത്ത് വളരും, നല്ല അഴുക്കും അത്രയും പോകും. അഴുക്കും അത്രയും പോകും. കഞ്ഞി കറിയും വെക്കാൻ നേരമില്ല. ഇനിയാണെങ്കിൽ ഞാൻ ചെമ്പരത്തി താളി പറിക്കാൻ പോകും. അതെ നാത്തുനെ തക്കിളിക്കേ തേപ്പിക്കണം. അമ്മ എല്ലാ ആഴ്ച ഞാൻ അവളെ താളി തേച്ച് കുളിപ്പിക്കാൻ പോവാ. താളെ താളി, ചെമ്പരത്തി താളി അമ്മ പറഞ്ഞില്ലേ? ആ നല്ലതാ, നല്ലതാ. ഇവിടെ പറ്റിക്കണതാ, കളിയാക്കണതാ. അല്ല അമ്മ, ഞാൻ കാര്യത്തില പറഞ്ഞേ. അമ്മേ, ആ ജാനകി ചേച്ചിയുടെ മോളെ ഒരു ചെറുക്കനായിട്ട് കറങ്ങുക എന്ന് പറഞ്ഞാൽ ശരിയാണോ അമ്മേ? ഏതാ കാളജി പെണ്ണ? ആ ഭയങ്കര ജീൻസ് ഒക്കെ ഇട്ട് പോണില്ലെത്തി. അവളുടെ മട്ടും ഭാവം കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവള് അത് അതിനും അപ്പുറം ചെയ്യും. ഞാൻ ഇന്നാള് കണ്ടെന്ന് ആ ബൈക്കിന്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങോട്ട് നടന്നു തന്നെ തലയെ കൂടി ഇങ്ങനെ മൂടിയിട്ടൊക്കെ ഉണ്ട്. എന്ത് പോന്നവളാന്ന് നോക്കണേ. പരദൂഷണം പറയുമ്പോ എന്താ ഇൻട്രസ്റ്റ് രണ്ടിനും? അയ്യോ, പരദൂഷണം എന്തെന്നറിയാൻ വയ്യാത്ത ഒരു മത്സരമായിട്ട് വന്നിരിക്കുന്ന പോടിയാണ്. ഇപ്പൊ ജനിച്ചേ ഉള്ളു പാവാ. അയ്യോ, ഞാൻ ആരെ പറ്റിയാ പരദൂഷണം പറയാറ്? നീ ആരെ പറ്റിയാ നല്ലത് പറയാറ്? അതെ, ഇയാളെ ഒളിച്ചോടിയതല്ലേ, പിന്നെ എന്തിനാ ആ പെടിനെ കുറ്റം പറയുന്നു? ഇത് കണ്ടോ അമ്മ? എടി ഉള്ള കാര്യമല്ലേ പറഞ്ഞു, അവൾ ഒളിച്ചോടി ആയിക്കോട്ടെ. ആരെ വണ്ടിയില്? പരിചയമില്ലാത്ത വണ്ടിയാണല്ലോ. ആരമ്മ? നീ ഇതെവിടെയായിരുന്നു? ആദ്യം എനക്കൊന്നും ഇല്ലാതെ. അമ്മ, ഇത് എന്റെ കൂട്ടുകാരി ഗിരിജ, ഇത് അവളുടെ ഭർത്താവ്, ഇതെന്റെ അമ്മയാ. അത് നാത്തു. അല്ല, ഈ പെണ്ണല്ലേ ഈ പെണ്ണ് ആരാണ്ട് കൂടെ ഒളിച്ചോടി പോയെന്ന് നീ പറഞ്ഞത്? ആരാണ്ടരുടെ കൂടെ അല്ല, ഈ ചേട്ടന്റെ കൂടെ തന്നെയാ. അല്ല, ജോലിയൊക്കെ ഉണ്ടാ? ബിസിനസ്സാണ്. ആ, എങ്കിൽ പിന്നെ കുഴപ്പമില്ല. എവളും ഒളിച്ചോടി പോയതുകൊണ്ടാ ഇപ്പൊ അവതാളത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. ഞാൻ പിന്നെ വരാം. ചേച്ചിയാണോ? പിന്നെ പറ, വേറെ എന്തൊക്കെയാ വിശേഷം? എന്ത് വിശേഷം? നീ നിന്റെ വിശേഷങ്ങൾ പറയും. അല്ല, ഇപ്പൊ വീട്ടിലെ അവസ്ഥ എന്താ? എല്ലാം സോൾവ് ആയി. പുള്ളിക്കാരൻ ഇപ്പൊ വീട്ടിലൊക്കെ വരൂ? പിന്നെ ഇപ്പൊ അമ്മായിപ്പനും മരുമോനും തമ്മിൽ ഭയങ്കര കമ്പനിയല്ലേ? അമ്മേ, പണ്ടുണ്ടല്ലോ ഇവളുടെ അച്ഛൻ മഞ്ഞുണ്ടെന്ന് അറിഞ്ഞാ ഞാൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അതെന്തിനാ? എന്നെ കണ്ടവല്ലേ വെട്ടി കൊല്ലൂലേ? അതിന്റെ കാര്യം എന്തോന്ന്? ഇവള് ഒളിച്ചോടിയത് എന്നോട് പറഞ്ഞിട്ടാണ് ആ പുള്ളിയുടെ വിചാരം. എവിടെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടാ. ഭയങ്കര കള്ളിയമ്മ ഇവള്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പറ. നിന്റെ പിള്ളേരൊക്കെ എവിടെ പോയി? അതിപ്പം കുട്ടികളൊന്നും ആയിട്ടില്ല. ഇത് തന്നെയാ ഞങ്ങളുടെയും തീരുമാനം. എന്തിനാ വെറുതെ പ്രാരബ്ധമൊക്കെ ഇപ്പോഴേ പിടിച്ചു വെക്കുന്നത്? നേട്ടാ, അല്ലല്ല, എടി നീ പഴയ ഫ്രണ്ട്സിനെ ആരെങ്കിലും കാണാറുണ്ടോ? നമ്മളെല്ലാവരെയും കാണാറുണ്ട്. നിനക്ക് വാട്സപ്പ് ഇല്ലേ? എനിക്ക് വാട്സപ്പ് ഇല്ല. എന്തൊരു സാധനമാടാ നീ! വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത ആകെ ഒരു ജീവി നീ മാത്രമേ ഉള്ളൂ. നീ ചേട്ടായിട്ട് പറ, ഒരു ഫോണൊക്കെ മേടിച്ചു തരാൻ പറയും. പറയണം. അമ്മ, ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ പറയണേ മോനോട്. അവക്കൊരു ഫോണുണ്ട്. അല്ല, പുതിയ മോഡൽ വാട്സപ്പ് ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു ഫോൺ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറയും. എന്റെ വാട്സപ്പ് ഇല്ലേ? ഇല്ലമ്മേ, അത് പഴയ ഫോണല്ലേ. ശരി. അപ്പൊ അമ്മ പറഞ്ഞ് മോനോട് ചേട്ടനോട് പറഞ്ഞൊരു പുതിയ ഫോൺ. അത് അവള് പറഞ്ഞാൽ മതി, വാങ്ങിച്ചു കൊടുക്കും. പറയണം കേട്ടോ ഒരു പുതിയ. അതിനകത്ത് എന്ത് രസമാണെന്നറിയാമോ? വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നിട്ട് നമ്മൾ അതിനകത്ത് ചാറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫോട്ടോസ്, കുട്ടികളുടെ ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ്, അതുകൊണ്ട് തന്നെ കണ്ട് സംസാരിക്കാൻ പറ്റും. കാണാൻ പറ്റുമോ? എല്ലാരെയും കാണാൻ പറ്റും. നീ ഇങ്ങനെ ഇരുന്നോ, എല്ലാരെയും കണ്ടു സംസാരിക്കാൻ പറ്റും. ഞാൻ കൂടെ പറയാം, ഒരു ഫോൺ വാങ്ങിച്ചു തരാം. എന്നെയും കൂടെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരണേടി. അതിന്റെ അമ്മയ്ക്ക് ഏതാ ഫ്രണ്ട്സ് ഉള്ളേ? എല്ലാം പോയില്ലേ? ജമന്തി, ജമന്തി, അതെ, ഇന്ന് ഭയങ്കര ജോലി തിരക്കുള്ള ദിവസമായിരുന്നു. അതല്ല, എന്റെ ഫോൺ എവിടെ? ഫോണ് നീ പോയിട്ടൊരു ചായ എടുക്ക ആദ്യം. ഫോൺ മേടിച്ചില്ലേ? ഫോണ് വാങ്ങിക്കാം. കഷ്ടമുണ്ട് ഏട്ടാ, എത്ര ദിവസമായി ഏട്ടാ. ഈ ഫോണ് വാങ്ങിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? കുറച്ചു മുമ്പും കൂടി എന്റെ കൂട്ടുകാരികൾ വിളിച്ച് എന്നെ കളിയാക്കിയതേ ഉള്ളൂ. എന്തിനാ കളിയാക്കി? ഏട്ടാ, പഴയ ആൾക്കാരൊക്കെ കൂടി ഗെറ്റ് ടുഗദർ നടത്തുന്നുണ്ട്. അതിന്റെ തീരുമാനമൊക്കെ ഈ വാട്സപ്പിൽ അയക്കുന്നേ. എനിക്ക് മാത്രം ഒരു കുന്തം അറിയാൻ പറ്റണല്ലോ. അത് വാങ്ങിക്കാം, 4 ദിവസം കഴിയട്ടെ. ഇപ്പൊ എത്ര ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട്? എടി, ആ ശമ്പളം ഞാൻ കിട്ടട്ടെ. ശമ്പളം കിട്ടിയാ പോയിട്ട് വാങ്ങിക്കാം.
നിങ്ങൾ ഇങ്ങനെ ഒരു പിശുക്കനായി പോയല്ലോ എന്നാ ഞാൻ ആലോചിക്കണേ. അപ്പൊ വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പിശുക്കത്തരാണ്? അല്ല, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പഴയ വീട്ടിൽ ഒരു മൊരടനെയും കെട്ടി പോയല്ലോ ഞാൻ. ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടി എന്ത് മൊരടത്തര ഞാൻ നിന്നോട് ചെയ്തത്? പിന്നെ എത്ര ദിവസമായി പറയണു ഫോൺ മേടിക്കാന്ന്? അതേന്ന് വാങ്ങിക്കാന്നല്ല ഞാൻ പറഞ്ഞു, അല്ലാണ്ട് വാങ്ങിച്ചു തരില്ല എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്നെ പറ്റിക്കണതാ. കള്ളനാ നിങ്ങള്, കള്ളൻ. ആ നോക്കണണ്ടില്ലേ? വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ല. ദീദി പോയിട്ട് ചായ എടുക്കണ്ട. എനിക്ക് സൗകര്യമില്ല. എന്ത് സൗകര്യമില്ലാന്നാ? ആ, ഒരു മൊരടന് ചായ കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. എടി ഞാൻ നിന്റെ ആരടി പോത്തേ? ആരായാലും എനിക്ക് ഫോൺ വേണമെന്നുണ്ട്. എത്ര ദിവസമായി? അമ്മ അമ്മ ഇത് എന്തോന്നാണ് ഇവിടെ? നീ ആരടി മൊരടാന്ന് വിളിച്ചത്? ഏട്ടനെ. എന്തോന്നിന്? അമ്മ എത്ര ദിവസമായി അമ്മ ഫോൺ കൊണ്ടുവരാന്ന് പറയണു. എടി ഒരു ഫോൺ മാറ്റിയെന്നില്ലെന്ന് പറഞ്ഞ ഉടനെ മൊരടനെന്നാണോ വിളിക്കേണ്ടത്? അപ്പൊ അമ്മ കാലി മാറിയാ? കാലും കീലും ഒന്നും മാറിയില്ല. ഫോൺ മാറ്റി തരണമെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് സഭ്യമായ ഭാഷയുണ്ട്, അറിയാമോ? നായരെ വിളിക്കുന്നതിന്. എത്ര ദിവസമായി ഞാൻ പറയണു? കുറച്ചൊക്കെ അടക്കം ഒതുക്കുമൊക്കെ വേണം കേട്ടാ. അമ്മയ്ക്ക് വാട്സപ്പ് പഠിക്കണം. അതിനല്ലേ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത്. ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലേ അമ്മ? എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല. ശമ്പളം കിട്ടട്ടെ, ശമ്പളം കിട്ടിയിട്ട് വാങ്ങിച്ചു തരും. എടാ 10,000 രൂപയിലാവത്തുള്ളൂ. ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്ക്. 5000 രൂപയ്ക്കൊന്നും ആ ഫോൺ കിട്ടൂല. നല്ല ഫോൺ വേണം, നല്ല പൈസ എത്ര രൂപയായാലും നീ വാങ്ങിച്ചു കൊടുത്തേക്കോ, അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരാണോ വാങ്ങിച്ചു കൊടുക്കേണ്ടത്? പോയി വാങ്ങിച്ചോണ്ട് പോടാ ഒരു ഫോൺ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പോയിട്ട് വാങ്ങിച്ചു വരാം. ഞാൻ ഒരു 15,000 രൂപ ഇടുക. എന്നാ പിന്നെ എനിക്കും കൂടെ പോയിക്കൂടെ? ഞാൻ പറഞ്ഞ എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. പൈസ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പോയി ഫോൺ വാങ്ങിച്ചോണ്ട് പോടാ. മര്യാദക്ക് പോയി ഫോൺ വാങ്ങിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തൊരു കഷ്ടാണ്. എന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ? അമ്മ ചുമ്മാ പറ്റിക്കണം. അറിഞ്ഞൂടെ അവന്? അവൻ എന്റെ ഫോനല്ലേ. മര്യാദക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ട് ഞങ്ങൾ ഫോൺ വാങ്ങിപ്പിക്കും, പിരിച്ചു കൂട്ടിയെങ്കിലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മേ, ഏട്ടൻ ഫോൺ മേടിച്ച് തന്നെ വരെ ഞാൻ ഏട്ടനോട് മിണ്ടില്ല. അലസണ്ട ഉണ്ടാക്കണം, വീട്ടില് വഴക്കുണ്ടാക്കണം. അതാണ് നിന്റെ ഉദ്ദേശം. ഇപ്പൊ തൊട്ട് ഞാൻ മിണ്ടൂല. മിണ്ടണ്ടടി. നീ എന്നോട് മിണ്ടണ്ട. നീ മല്ലെങ്കിലും മിണ്ടാതിരിക്കാ നല്ലത്. കുറച്ചൊരു സമാധാനം ഉണ്ടാവില്ല കുടുംബത്തില്. അയ്യോ, എന്തോ ഒരു സമാധാനമുണ്ട്. നാല് വഴിയിലാട്ടിരുന്ന വലിയ സമാധാനം. ഐക്യത ഇപ്പം പഠിച്ചിട്ടില്ലാത്ത ഒരു കുടുംബം തന്നെ എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓ, എന്താ കിണിക്കുന്നതിരുന്ന്? എന്റെ ദൈവമേ, അമ്മേ, ഏട്ടൻ എന്തൊരു പാവല്ലേ അമ്മേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ, സുന്ദരനല്ലേ? പിന്നെ ഭയങ്കര ഇത്രയും സുന്ദരനായ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയതല്ലേ അല്ലേ അമ്മേ? നീ നോക്കോ. പിണക്ക് ഞാൻ ഇപ്പൊ മാറ്റേ. ഇങ്ങനെ ഒരു അച്ചിക്കൊന്തൻ. നിങ്ങളുടെ അതേ സ്വഭാവം തന്നെ. Versus Alien.